ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എങ്ങോട്ട് പോവാണ്? അംഗനവാടിക്ക് പോവാട് പറയാ. അപ്പൊ അതിന് മാനന്തവാടിക്ക് ഫസ്റ്റ് ആയിട്ട് പോവാണ്. അംഗനവാടി കൊണ്ടുപോയി ചേർക്കല്ലേ ഞങ്ങള്. അപ്പൊ അതിന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കുറച്ച് റെഡി ആവുന്ന ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കാണും ബൈ കൊടുത്ത ഗൈസ്. അങ്ങനെ ഇന്നാണ് അതിനുവേണ്ടി ഫസ്റ്റ് നഴ്സറി ഡേകളും ഞങ്ങളും എല്ലാവരും നല്ലപോലെ എക്സൈറ്റഡ് ആയിട്ട് എന്താവും എങ്ങനെയാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ശരിക്കും ജൂണിലാണ് ഈ പ്രവേശനോത്സവം അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ വരുന്നത്. പക്ഷെ അപ്പത്തിന് സെറ്റാകാൻ വേണ്ടിയിട്ടായിട്ട് ഇന്ന് തന്നെ പറഞ്ഞയക്കുന്നത്. ഇന്ന് സാധാരണ നോർമൽ ഡേ ആണ്. ഇപ്പോൾ ഇവള് മാത്രമല്ല, ഇവളെ പോലെ തന്നെ കുറേ പുതിയ കുട്ടികൾ ഇന്ന് വരുന്നുണ്ട് കേട്ടോ. ഇന്ന് അംഗനവാടിക്ക് പോണ കാരണം തന്നെ ഇവള് നേരത്തെ എണീക്കും കുളിക്കും മാറ്റമൊക്കെ ചെയ്തിട്ടോ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ഒക്കെ നേരെ നിന്നിരുന്നുണ്ട്. പിന്നെ പുതിയ ബാഗും വാട്ടർ ബോട്ടിലൊക്കെ എടുത്തിട്ട് ആൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ റെഡിയാണ് മുമ്പ് തന്നെ ഫുൾ റെഡി ആയിട്ട് സെറ്റായിട്ട് റോട്ടിൽ ഇറങ്ങി നിന്നിട്ട് വേന്ന് പറഞ്ഞ് ഇങ്ങനെ അത് നിൽക്കട്ടോ. പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അംഗനവാടി വീടിൻ്റെ അടുത്ത് കുറേ പോകണം കേട്ടോ. അപ്പോൾ അതൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ഓട്ടോയിലോട്ടാണ് പോകണത്. ഫസ്റ്റത്തെ ദിവസമൊക്കെ അല്ലേന്ന് കരുതിയിട്ട് ഓട്ടോയിൽ കയറിയപ്പോഴൊക്കെ നല്ല സന്തോഷത്തിലായിട്ട് ഹാപ്പിയായിട്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ മാറുമോ എന്നൊരു പേടിയുന്നു കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ പോയിട്ട് അംഗനവാടി എത്തി. കുറേ കുട്ടികൾ പുതിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വന്നപ്പോൾ തന്നെ കുറേ കളിക്കാല സാധനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിമൊക്കെ കൂടിയിട്ടോ. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ അംഗനവാടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാൻ പോയതാട്ടോ. സാധാരണ നോർമൽ അംഗനവാടി. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറി ഓളി ഇരുന്നു. അപ്പോഴൊന്നും വലിയ പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഓള് കാണാതെ ഞങ്ങൾ വലിയ പോകുന്നു കേട്ടോ അവിടുന്ന്. പിന്നെ കുട്ടികൾ കരയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് റോഡിൽ തന്നെ നിൽക്കണം മാരാട്ടതൊക്കെ. എല്ലാവർക്കും ഒരു ടെൻഷനായിരുന്നു. ഐസലിൻ്റെ അംഗനവാടിക്കാക്കി അമ്മക്ക് എന്താ പറയല്ലേ? അംഗനവാടി കൊണ്ടാക്കി ഇനി 3 മണി വരെ എങ്ങനെ ഇപ്പം നിൽക്കാന്ന് അറിയില്ല. കരയോ എന്തൊക്കെയാണാവോ. ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഞങ്ങൾക്കും ഇവിടെ നിന്ന് 3 മണി ആവണ്ടേ, ടൈം ആവണ്ടേ. അത് ശരിയാവും. അടുത്ത കൊല്ലം സ്കൂൾക്ക് ആക്കേണ്ടതല്ലേ. അതെ, ഇങ്ങനെ പറഞ്ഞ് പറയിപ്പിച്ചതാ ചേട്ടാ. എൻ്റെ അമ്മക്ക് ക്യാമറ ഉണ്ട് പറയണ്ടോ. ഓളില്ലാത്തതുകൊണ്ട് തീരെ ടൈം തന്നെ പോയിരുന്നില്ല കേട്ടോ. 3 മണി അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അങ്ങനെ 3 മണി ആവാൻ നേരത്തെ ഞങ്ങൾ വണ്ടി എടുത്ത് പോയിട്ടോ. ചെന്നപ്പോൾ ഞാൻ കരുതിയത് ഇവളിങ്ങനെ കരഞ്ഞ് സീനാക്കിയിട്ടൊക്കെ ഉണ്ടാവുന്ന കേട്ടോ. ഒരു പ്രശ്നമില്ല. ഇവിടെ ഞങ്ങൾ കണ്ടപ്പോൾ കൂടെ പോകുന്നു കേട്ടോ. പിന്നെ ഇന്ന് അംഗനവാടി പോയോണ്ട് പിന്നെ അതിൻ്റെ ഒരു പൊലിവും പിന്നെ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളും ഓരോന്നായിട്ട് നല്ല ഇങ്ങനെ പറഞ്ഞു തരുന്നു കേട്ടോ. ഞങ്ങൾ കരുതിയ മാതിരിയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ കരുതിയ ഓള് കരയും പ്രശ്നമാക്കുന്നൊക്കെ ആയിരുന്നു. ആള് മൊത്തത്തിൽ ഏതായാലും നല്ല ഹാപ്പി ആട്ടോ ഇതില്. എങ്ങോട്ടാ പോണേ? ഇന്ന് 2ാമത്തെ ദിവസമായി. ഇന്നാണെങ്കിൽ അവിടെ എന്തൊരു മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവരോടും വരാൻ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ ഉള്ളിലിരുത്തിയിട്ട് പുറത്ത് പാരൻസിനുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 12 മണിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഞാൻ കുട്ടികളെ നിർത്തിയില്ല. പിന്നെ പാരൻസ് എല്ലാവരും പോകുന്നപ്പോൾ കുട്ടീനേറ്റ് പോകുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഐസലിനേറ്റൊക്കെ പോകുന്നു. ഐസൽ അവിടെ നല്ല കളിയിലായിരുന്നു കേട്ടോ. അങ്ങനെ നേരത്തെ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു ഓള്.